സത്യം പരം ധീമഹി എന്ന് പറയാൻ എന്താ കാരണം? ഭാഗവതത്തിൽ ഗായത്രിക്കാണ് പ്രാധാന്യം. ഈ നിറച്ചും മന്ത്രമുണ്ട്. നമ്മുടെ മന്ത്രമഹോദധി, പ്രപഞ്ചസാര സർവസ്വം, ഇങ്ങനെയൊക്കെ ആദിശങ്കരൻ്റെ ഗ്രന്ഥമുണ്ട്. അതിൽ എല്ലാ കുട്ടിച്ചാത്തൻ തുടങ്ങി ഓരോരോ ദൈവത്തിനും ഒരു 100 മന്ത്രങ്ങളുണ്ട്. നിറച്ചും മന്ത്രങ്ങളുണ്ടെങ്കിലും ഗായത്രിക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇതാ കാരണം ഭഗവാനോട് നന്ദി പറയുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ബാക്കി മന്ത്രങ്ങളൊക്കെ സർവേഷാം മുഖഹൃദയം മമവശം ആകർഷയ സ്വാഹ എന്നൊക്കെ മന്ത്രമുണ്ട്. എല്ലാവരുടെ മുഖവും ഹൃദയം എൻ്റെ വശത്തിൽ വരട്ടെ. ഇത് ഒരു യോഗ്യനായ ഒരാളിങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ? എന്താ കാരണം? നമ്മുടെ സ്വന്തം മനസ്സ് തന്നെ നമ്മുടെ വശത്തിലായിട്ടില്ല. പിന്നെ എല്ലാവരുടെ മനസ്സും എൻ്റെ വശത്തിലാവണം പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുന്നു, എല്ലാവരുടെ മുഖഹൃദയം എൻ്റെ വശം ആവണമെങ്കിൽ ഞാൻ ആദ്യം നല്ലവനായി മാറണം. അപ്പോൾ എന്നെ നല്ലവനാക്കണേ എന്നാണ് അതിൻ്റെ പ്രാർത്ഥന. അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അർത്ഥം. പക്ഷേ ഗായത്രി മന്ത്രത്തിൽ അങ്ങനെയില്ല. തത് സവിതുഹു വരേണ്യം ഭർഗഃ ദേവസ്യ ധീമഹി. ആ ഭഗവാന്റെ ശ്രേഷ്ഠമായ ആ ജ്യോതിഷിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ ഭഗവാൻ ഞങ്ങളുടെ ബുദ്ധിയെ നല്ല വിധത്തിൽ പ്രബോധനം ചെയ്യട്ടെ. ധിയോ യോന പ്രചോദയ. അതാണ് ഗായത്രി മന്ത്രം. അതുകൊണ്ടാണ് ദേവീ ഭാഗവതത്തിൽ പറയുന്നു, നാന്നോദക സമം ദാനം ന ദ്വാദശ്യാഃ പരം വ്രതം ന ഗായത്ര്യാഃ പരോ മന്ത്രഃ നമാതുർ ദൈവതം പരം. നിറച്ചും ദാനങ്ങൾ ഉണ്ടെങ്കിലും അന്നദാനമാണ് കൂടുതൽ വിശേഷം. ന അന്നോദക സമം ദാനം. വെള്ളവും അന്നവും ആവശ്യം എല്ലാവർക്കും കൊടുക്കണം. എന്താ അന്നദാനം ചെയ്യാൻ പറയാൻ എന്താ കാരണം? നമുക്ക് മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിലും മര്യാദയ്ക്ക് പുറപ്പെടണ്ടേ? ഈ ജീവൻ പുറപ്പെടുമ്പോൾ ചില ആളുകൾ ബുദ്ധിമുട്ടും. അവിടെ യമദൂതർ അങ്ങോട്ട് വലിക്കും, ഇവർ ഇങ്ങോട്ട് വലിക്കും. ഇങ്ങനെ കുറഞ്ഞ് കഫം കട്ടി അവർ വളരെ ബുദ്ധിമുട്ടും. ഈ ജീവൻ പെട്ടെന്ന് പോവില്ലേ? പോകാത്ത കാരണം എന്താ? അന്നദാനം ചെയ്യാത്തവർ, വെള്ളം കുടിക്കാൻ കൊടുക്കാത്തവരാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി അവസാനം വഹിക്കും. അതുകൊണ്ടാണ് നമ്മൾ അന്നദാനം ചെയ്യണം. നമ്മുടെ സനാതനധർമ്മത്തിൽ പ്രധാനമായിട്ട് അന്നദാനം പറയുന്നു. കാരണം അന്നദാനം കുടിക്കാൻ വെള്ളവും അന്നവും ദാനം ചെയ്തവർക്ക് സുഖമായിട്ട് മരിക്കാൻ സാധിക്കും. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ മര്യാദയ്ക്ക് പോകണ്ടേ? അതിന് അന്നദാനം കൂടുതൽ പ്രാധാന്യം. ഇത് സാധാരണക്കാർക്ക് അന്നദാനം ചെയ്താൽ തന്നെ നല്ലത് പറയുമ്പോൾ ഇതുപോലെ സപ്താഹം കേൾക്കുന്നവർക്ക് അന്നദാനം ചെയ്യുമ്പോൾ കൂടുതൽ ഫലമുണ്ടാകും. അപ്പോൾ അന്നദാനമാണ് ശ്രേഷ്ഠം. നാന്നോദക സമം ദാനം. അതേപോലെ ദ്വാദശ്യാ പരം വ്രതം. ദ്വാദശി പറയുന്നത് ഇവിടെ ഏകാദശി വ്രതമാണ് ഉദ്ദേശിക്കുന്നത്. ഏകാദശി വ്രതത്തെക്കാൾ ശ്രേഷ്ഠമായ വ്രതമില്ല. കാരണം വേറെ ആൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഈ വ്രതത്തിൽ. വെറുതെ പട്ടിണി കിടന്നാൽ മതി. അപ്പോൾ ദ്വാദശ്യാ പരം വ്രതം. അതേപോലെ ന ഗായത്രിയാ പരോ മന്ത്ര. ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായ മന്ത്രമില്ലേ. ന മാത്രം അമ്മയെക്കാൾ വലിയ ദൈവം ഇല്ലേ. സ്വന്തം അമ്മയെ പോറ്റി വളർത്തിയാൽ മതി. ഇവിടെ അമ്മ പറയുന്നത് എന്താ? ദേവീനെ നമുക്ക് കണക്കാക്കാം. നിങ്ങൾ അവരുടെ സ്വന്തം അമ്മയെ വേണ്ട വിധത്തിൽ നോക്കിയാൽ മതി. അതാണ് മഹാരാഷ്ട്രത്തിൽ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. പുണ്ടലീകൻ പേരുള്ള ഭക്തൻ. ചന്ദ്രഭാഗ നദീതീരത്ത് ആ പുണ്ടലീകൻ പേരുള്ള ഭക്തൻ ആദ്യം തീർത്ഥയാത്രയായി പുറപ്പെട്ടു. അദ്ദേഹവും ഭാര്യയും ചെന്നപ്പോൾ അച്ഛനമ്മ പറഞ്ഞു, ഞങ്ങളെയും വിളിച്ചു കൊണ്ടുപോകണേ പറഞ്ഞു. അപ്പോൾ അച്ഛനമ്മമാരെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ പതുക്കെ നടക്കുന്നു. ഇവൻ്റെ സ്പീഡിലേക്ക് വരണില്ലേ. അപ്പോൾ ചെയ്തു, അച്ഛനമ്മമാരുടെ അറയിൽ ഒരു കയറ് കെട്ടി, ആ കയറ് സ്വന്തം അറയിൽ കെട്ടി ഭാര്യയ്ക്ക് നടക്കാൻ വന്നപ്പോൾ ഭാര്യയെ തോളിലെടുത്ത് അച്ഛനമ്മമാരെ ഒന്ന് വടിച്ചു കൊണ്ടുപോകുന്നു. അത് കണ്ടു അവിടെ ഒരു മഹാത്മാ, കുക്കൂട്ടൻ എന്ന പേരുള്ള മഹർഷിയാണ്. കുക്കൂട്ട മഹർഷി അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിച്ച് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലേ. അച്ഛനമ്മമാരെ വേണ്ട വിധത്തിൽ നോക്കിയാൽ മതി, എല്ലാ അനുഭവവും നിങ്ങൾക്ക് കിട്ടും. ഇത് പറഞ്ഞ ശേഷം പിന്നെ അവൻ യാത്ര അവിടെ നിർത്തി ആ ഭീമ എന്ന പേരുള്ള ആ നദീതീരത്തിൽ ഒരു ആശ്രമം വച്ച് അച്ഛനമ്മമാരെ വേണ്ട വിധത്തിൽ നോക്കിയിരിക്കുന്നു. ഈ സമയത്താണ് ഭഗവാൻ ദ്വാരകയിൽ രാജ്യഭരണം നടത്തുന്ന സമയം. ശ്രീകൃഷ്ണ ഭഗവാൻ
അപ്പോൾ ഒരു ദിവസം നാരദൻ അവിടെ വന്നപ്പോൾ നാരദനോട് ഭഗവാൻ ചോദിച്ചു, ഈ ലോകത്തിൽ ഏറ്റവും മാതാപിതാക്കളെ പോഷിക്കുന്ന നല്ല ഭക്തൻ ആരാണ്? അപ്പോൾ നാരദൻ പറഞ്ഞു, അവിടെ ഭീമാ നദീ തീരത്തിൽ പുണ്ടലീകൻ ഒരു ഭക്തൻ അച്ഛനമാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉടനെ ഭഗവാൻ നേരെ അവിടെ ചെന്നു, രുക്മിണിയും വിളിച്ചുകൊണ്ട് ചെന്നു. ഭഗവാൻ എന്നപ്പോൾ വള്ളിയാൽ വരുന്നു മനസ്സിലാക്കി. പക്ഷേ അച്ഛനമാരെ ശുശ്രൂഷിക്കേണ്ട സമയമായതുകൊണ്ട് ചെയ്തു, ഒരു ഇഷ്ടിക എടുത്തു. ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു ഇഷ്ടിക എടുത്ത് ഇങ്ങനെ എടുത്ത് ഇട്ടു. അവിടെ നിന്നോളൂ, എന്നാൽ വരുന്നവർക്കൊരു ആസനം കൊടുക്കണ്ടേ? തിരുനാണി ഭൂമി ഋതകം വാക് ചതുർച്ചീച്ച സുഹൃത. വരുന്നവർക്ക് ഒരു ആസനം കൊടുക്കണം. അതിനായിട്ട് ഒരു ഇഷ്ടിക എടുത്തിട്ടു. ഇവിടെ നിന്നോളൂ, ഞാൻ അച്ഛനമ്മമാരെ നോക്കിയിട്ട് വരാൻ പറഞ്ഞ് അവരെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർ ഉറങ്ങിയ ശേഷം വീണ്ടും ഇവിടെ വന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഭഗവാൻ പറഞ്ഞു, ഞാൻ സാക്ഷാത് ദ്വാരകാധീശൻ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പോൾ ഈ ഭക്തൻ ചോദിച്ചു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ, ഇവിടെ വരാൻ എന്താ കാരണം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കും വസുദേവരിയും ദേവകിയും അത് നിന്നെ നോക്കി പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്താ വരം വേണം? അപ്പോൾ ഭക്തൻ പ്രാർത്ഥിച്ചു, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അച്ഛനമ്മമാരുടെ പെരുമ മനസ്സിലാവണം. അതിനുവേണ്ടി ഇവിടെ ഒരു വിഗ്രഹ രൂപത്തിൽ ഇവിടെ തന്നെ നിന്നോളൂ. അവൻ വരാൻ കുറേ സമയമായതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ അറക്കട്ടിൽ കൈവച്ച് നിന്നു. അതുകൊണ്ട് ഇപ്പോഴും ആ കൃഷ്ണ ഭഗവാൻ അറക്കട്ടിൽ കൈവച്ചിരിക്കുന്നു. വിഠലൻ എന്നാണ് ആ ഭഗവാന്റെ പേര്. വിഠലൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വീട്ട് പറഞ്ഞാൽ മറാഠി ഭാഷയിൽ ഇഷ്ടിക. ഇഷ്ടികൽ മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ് വിഠലൻ എന്ന് അവിടെ ഹിന്ദിയിൽ പറയുന്നു. പക്ഷേ സംസ്കൃതത്തിൽ അതിന് വേറെ അർത്ഥം പറയുന്നു. വിദാജ്ഞാനേന ഠാൻ ശൂന്യാൻ ലാതി ഗൃഹാതി യസ്വയം അജ്ഞാനുഗ്രഹകൃദ്ദേവ വിഠല കഥ്യതേ ബുധൈഹി. വീഠല 3 എഴുത്തുണ്ടല്ലോ, ഓരോ എഴുത്തിനും ഓരോ